എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ജൂൺ ലാസ്റ്റ് വീക്കിലെ ഫസ്റ്റ് സെഷൻ ക്ലോസ് ആയിരിക്കുകയാണ്. ഇന്ന് മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ ഡിസ്കഷൻ ചെയ്ത പോലെ തന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണാണ് ഇന്ന് നടത്തിയത്. ഏകദേശം 24,939 ഓപ്പൺ ചെയ്തത്. ഇന്നലെ ക്ലോസ് ചെയ്തത് 25,079. ഏകദേശം 150ഓളം പോയിൻ്റ് നെഗറ്റീവിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. പിന്നീട് അവിടെ നിന്നും താഴത്തേക്ക് പോകുന്നത് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ താഴത്തേക്ക് പോയി. പക്ഷേ അത്ഭുതകരമായ ഒരു റിക്കവറി മോഡിലേക്ക് വന്നു എന്നുള്ളതാണ്. കേവലം 140 പോയിൻ്റ് നെഗറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഈ 140 റെഡിലാണ് ക്ലോസ് ചെയ്തതെങ്കിലും ഇന്നലെ ഉണ്ടായ ആ യുദ്ധ സാഹചര്യവും, അതായത് അമേരിക്ക ഇറാനിൽ ബോംബിട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വലിയൊരു ക്രാഷാണ് പ്രതീക്ഷിച്ചത് മാർക്കറ്റിൽ. പക്ഷേ മാർക്കറ്റ് അതിനെയെല്ലാം തരണം ചെയ്ത് ഒരു ചെറിയ ഗ്യാപ്പ് ഡൗണിലാണ് തുറന്നതെങ്കിലും പിന്നീട് സ്വല്പം, അത് സ്വാഭാവികമാണ്, അല്പം താഴത്തേക്ക് പോയെങ്കിലും പിന്നീട് നല്ലൊരു റിക്കവറി നടത്തി അവസാനം 140 പോയിൻ്റ് മൈനസിൽ ക്ലോസ് ചെയ്തു. ഏതായിരുന്നാലും നല്ലൊരു വോളറ്റിലിറ്റി മാർക്കറ്റായിരുന്നു ഇന്ന്. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാം. ഞങ്ങൾ ഓപ്ഷൻ ബൈയിങ്, അതുപോലെ കമ്മോഡിറ്റി ട്രേഡിംഗ്, ഫോറക്സ് ട്രേഡിംഗ് എന്നിവയെല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേർന്ന് ട്രേഡ് ചെയ്യാൻ ഞങ്ങളുമായി സമീപിക്കാം. ഓക്കെ, ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളാണ് മിനിഞ്ഞാന്ന് ആക്രമിച്ചതെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. അത് പശ്ചിമേഷ്യ യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പം നിന്ന അമേരിക്കയുടെ ഈ നടപടി സത്യത്തിൽ ഇൻവെസ്റ്റേഴ്സിന് സ്വീകാര്യമാവുക തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വന്നതും ഫസ്റ്റ് സെഷൻ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തതും. 82,169 മുതൽ 81,476 എന്ന റേഞ്ചിലാണ് ഇന്ന് സെൻസെക്സ് ട്രേഡിംഗ് നടത്തിയത്. 511 പോയിൻ്റ് ലാസ്റ്റ് ഇടിഞ്ഞ് 81,896 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ആണെങ്കിൽ പറഞ്ഞ പോലെ 140 പോയിൻ്റ്, അഥവാ 0.56% മാത്രമേ ഇന്ന് ഇടിഞ്ഞിട്ടുള്ളൂ. 24,971 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 25,057 മുതൽ 24,824 ആ റേഞ്ചിലാണ് ഇന്ന് ട്രേഡിംഗ് നടത്തി അവസാനിപ്പിച്ചത്. സെൻസെക്സിലെ 30 സ്റ്റോക്കുകളിലെ 21 എണ്ണവും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. HCL ടെക്, ഇൻഫോസിസ്, ലാസർ ആൻഡ് ട്രൂബോ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC എന്നിവയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് നഷ്ടം നേരിട്ട സ്റ്റോക്കുകൾ. 2.28% മുതൽ 1.21% വരെയാണ് ഇവ നഷ്ടം രേഖപ്പെടുത്തിയത്. അതേസമയം ട്രെൻഡ്, ഭാരത് ഇലക്ട്രോണിക്സ്, ബജാജ് ഫിനാൻസ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ബജാജ് ഫിൻസർവ് എന്നിവയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയതും. 3.39% മുതൽ 0.58% വരെയാണ് ഇവ നേട്ടമുണ്ടാക്കിയത്. അതേസമയം നിഫ്റ്റി മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ്പ് 0.36%, സ്മോൾ ക്യാപ്പ് 0.70% ഇന്ന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. സെക്ടറൽ ബേസിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു മിക്സഡ് ട്രേഡിംഗ് ആണ് അതിൽ നടന്നത്. നിഫ്റ്റി IT സെക്ടറാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടത്തിൽ ക്ലോസ് ചെയ്യേണ്ടി വന്നത്. ഇത് കോഫോർജ്, അതുപോലെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ് എന്നിവയുടെ ആ ഒരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷറിലാണ് ഇത്രയും 1.48% താഴ്ന്നു പോയത്. മറ്റ് സെക്ടറൽ ഇൻഡെക്സുകളിൽ ബാങ്ക് നിഫ്റ്റി, ആട്ടോ, FMCG, റിയാലിറ്റി ഇൻഡെക്സുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതേസമയം മെറ്റൽ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഫാർമ, മീഡിയ ഇൻഡെക്സുകൾ ഇന്ന് പോസിറ്റീവിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. NSEയിലെ 2,995 സ്റ്റോക്കുകളിൽ 1,545 ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ 1,364 പോസിറ്റീവിലുമാണ്, 86 യാതൊരു മാറ്റവുമില്ലാതെ തുടർന്നത്. NSEയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ വിപണി മൂലധനം $5.13 ട്രില്യൺ ആയിരുന്നു. അതേസമയം മാർക്കറ്റിലെ ചാഞ്ചാട്ടം അളക്കുന്ന ഇന്ത്യ വിക്സ് 2.74% നേട്ടത്തോടെ 14.05 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരുമ്പോൾ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 25,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ ലെവലിനും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് അർത്ഥം ഇപ്പോൾ ഇന്ന് രാത്രി, അതായത് നാളെ മാർക്കറ്റ് തുറക്കുന്നതിന് മുമ്പ് ആഗോളതലത്തിൽ എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടായാൽ തന്നെ ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യാം. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ എല്ലാ കാര്യങ്ങൾ പോകുന്നത്. നോക്കൂ, ക്രൂഡ് ഓയിൽ, അതായത്
എല്ലാ ന്യൂസുകളിലും അതുപോലെ തന്നെ എല്ലാ ട്രേഡർമാരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ക്രൂഡ് ഓയിൽ വില അതിഭീമമായി കയറുമെന്നാണ്. എന്നാൽ ഇന്ന് ക്രൂഡ് ഓയിൽ അതിശക്തമായ ഇടിവാണ് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. നോക്കൂ, ഇന്ന് ഓപ്പൺ ചെയ്തത് 6475 അതിനുശേഷം ഒരു 75 പോയിൻ്റ് മുകളിലേക്ക് പോയി 6550 വരെ. ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത് 6306 ഇപ്പോൾ 6340 ആ ഒരു റേഞ്ചിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. 65 പോയിൻ്റ് നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 216 പോയിൻ്റ് മൈനസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഡൗൺ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ ഒരിക്കലും ന്യൂസ് ബേസോ അല്ലെങ്കിൽ ഇപ്പോൾ സത്യത്തിൽ മാർക്കറ്റിനെ ഒരു പ്രിഡിക്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു രൂപത്തിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കമ്മോഡിറ്റി ആയാലും അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ആണെങ്കിലും എല്ലാം തന്നെ ഇപ്പോൾ ശരിക്കും ട്രേഡ് ചെയ്യുക, അതായത് ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കുറച്ച് ഒരു ബുദ്ധിമുട്ടായ രൂപത്തിലാണ് ഇപ്പോൾ ട്രേഡിങ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നൊക്കെ ക്രൂഡ് ഓയിൽ നല്ല വോളറ്റിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കമ്മോഡിറ്റി ട്രേഡൊന്നും ഇന്ന് ചെയ്തിട്ടില്ല. അതിനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്തായിരിക്കും അത് റിവേഴ്സൽ അടിക്കുക. അപ്പോൾ അതിലും നല്ലത് നമ്മൾ സേഫായിട്ട് ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിൻ്റെ കാര്യമാണെങ്കിലും ഇടിവ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു വന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് സൈഡും ലോങ് വിഗ് ക്രിയേറ്റ് ചെയ്ത് സെൻട്രൽ ബോഡി, എന്നാൽ ഡോജി അല്ലതാനും ഈ ഒരു രൂപത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളെ മുകളിലേക്കും പോകാം, താഴേക്കും വരാം, ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. എന്നാൽ 25,000 എന്നുള്ളൊരു സൈക്കോളജിക്കൽ ലെവലിന് താഴെ ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് താഴത്തേക്ക് വന്നാലും വരാം എന്ന് ഗണിക്കാം എന്ന് മാത്രം. ഓക്കെ, ഇങ്ങനൊരു ട്രെൻഡ് ലൈന് 1 ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ ഈ ഒരു ലൈനിന് താഴെ ക്ലോസ് ചെയ്തിട്ടില്ല, മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. നോക്കാം. ഏതായിരുന്നാലും നമുക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ എന്തായി എന്നുള്ളതും നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,735 സപ്പോർട്ടും 25,235 റെസിസ്റ്റൻസുമാണ്. നമുക്ക് അത് രണ്ടും ആക്റ്റീവ് ആയിട്ടില്ല. അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ രണ്ടും ബ്രേക്കൗട്ട് നടത്തിയിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. 55,370 56,350 അതും ഇന്ന് ബ്രേക്കൗട്ട് നടത്തിയിട്ടില്ല. സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 81,935 നമ്മൾ സപ്പോർട്ട് പറഞ്ഞിരുന്നത്. എന്നാൽ സപ്പോർട്ടിനും താഴെയാണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് അല്പം മുകളിലേക്ക് പോയി വീണ്ടും താഴത്തേക്ക് വരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഇന്ന് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അതായത് ഇന്നത്തെ ഒരു ഗ്യാപ് ഡൗൺ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്നലെ സപ്പോർട്ട് വരച്ചത്. അത് ഏതായിരുന്നാലും അതൊരു അനുഗ്രഹമായി എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. നാളെ നമുക്ക് സെൻസെക്സിൽ സപ്പോർട്ട് 81,480 സപ്പോർട്ടും റെസിസ്റ്റൻസ് അല്പം താഴത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഈ ഒരു സോണിൽ വയ്ക്കാം 82,185. അപ്പോൾ സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 56,350 തന്നെയാണ്. സപ്പോർട്ട് നമുക്ക് അല്പം മുകളിലേക്ക് കൊണ്ടുവന്ന് 55,785. ഓക്കെ, അപ്പോൾ ഈ റേഞ്ചിൽ നമുക്ക് നാളെ ബാങ്ക് നിഫ്റ്റി വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് അല്പം താഴ്ത്തി വയ്ക്കാം. ഈ ഒരു സോണിൽ നിന്ന് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എടുത്തു പോകാം. 25,075 സപ്പോർട്ട് ഈ സോണിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. 24,830. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഇങ്ങനെയും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഏത് ഇൻഡെക്സിലാണോ ആദ്യം ക്ലോസ് ചെയ്യുന്നത് അതിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം എൻട്രി എടുക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.